നമസ്കാരം. അപ്പോൾ ഈ ഒരു നമുക്ക് നമ്മുടെ ഗ്രാമങ്ങളിലും അത്യാവശ്യം ഇപ്പോൾ ഈ അടുത്തടുത്ത ദിവസങ്ങളിൽ ഒത്തിരി സുഹൃത്തുക്കൾക്ക് ലൈഫിൽ നിന്നും ഒത്തിരി വീടുകൾ അനുവദിച്ചിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് 4 ലക്ഷം റുപ്യാണ് അവർക്ക് ഓരോരുത്തർക്കും അനുവദിച്ചിരിക്കുന്നത്. ഈ 4 ലക്ഷം രൂപ കിട്ടിയതിന് ശേഷം അവരുടെ ആ ഒരു പഴയ വീട് പൊളിച്ചിട്ട് അവർ പണി തുടങ്ങി. പക്ഷേ ഈ 4 ലക്ഷം രൂപയ്ക്ക് അവർക്ക് ചെറിയൊരു വീട് പൂർത്തീകരിക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് എക്സ്ട്രാ ഫണ്ട് വരുമോ? അതിനെക്കുറിച്ച് എന്താണ് ഞാൻ പറയാനുള്ളത്? വീട് എന്ന് സർക്കാർ ഇപ്പോൾ ഉദ്ദേശിക്കുന്ന ലൈഫ് മിഷൻ്റെ വീട് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു കുടുംബത്തിന് അവർക്ക് സുരക്ഷിതമായിട്ട് കിടക്കാനുള്ള ഒരു ഇടം നിലക്കണത് കൊടുക്കണം, സുരക്ഷിതമായിട്ട്. അതൊരു ആഡംബരമായിട്ട് മാറ്റാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും കിടപ്പാടം കിട്ടണം, ആ ഉദ്ദേശത്തിലാണ് കൊടുക്കുന്നത്. അതിന് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു നല്ല പ്ലാൻ, അത് നല്ലൊരു എഞ്ചിനീയറെ കൊണ്ടോ മറ്റ് സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സായവരെ കൊണ്ടോ നല്ലൊരു പ്ലാൻ വരപ്പിച്ചിട്ട് അതിന് ശേഷം നമുക്ക് ഈ സ്ഥലത്ത് ഈ പണിയാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് കുറഞ്ഞ ചിലവിൽ കൂലിച്ചെലവ് കുറവും കുറഞ്ഞ ചിലവിലും മറ്റുള്ള സാധനങ്ങളും മെറ്റീരിയൽസും ഒക്കെ കിട്ടാനുള്ള ഒരു സംവിധാനത്തിന് ഒരുപാട് ഗവൺമെൻറ് ഏജൻസികളൊക്കെ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ സമീപിച്ച് ആ കാര്യങ്ങളെല്ലാം ആദ്യം സംഘടിപ്പിക്കേണ്ടതുണ്ട്. ശരിക്കും എത്ര സ്ക്വയർ ഫീറ്റാണ് ഈ 4 ലക്ഷം റുപ്യയിൽ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതായിട്ട് ഗവൺമെൻറ് പറയുന്നത്? ഗവൺമെൻറ്റിൻ്റെ ഇതിൽ ശരി 420 മുതൽ 430 വരെ ആകാം. അതിൽ കൂടുതലാകരുത്. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ അവരത് അതിന് നമ്പർ തരണമെന്നില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ വേറൊരു കാര്യം ചെയ്യാം. നമ്മൾ 420 തറയെല്ലാം കെട്ടിയിട്ട് വേണമെങ്കിൽ എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് വേണമെങ്കിൽ മുകളിലോട്ടോ അല്ലെങ്കിൽ സൈഡിലോട്ടോ തറയൊക്കെ വേണമെങ്കിൽ ഇടാം. അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ സർക്കാരിൻ്റെ കണക്കിനനുസരിച്ച് ഈ 4 ലക്ഷം രൂപ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് അയാൾക്ക് അതിന് പ്രയോജനം ഉണ്ടായി, അയാൾ താമസിക്കുന്നുണ്ട്. ശരിക്കും ഈ 4 ലക്ഷം റുപ്യക്ക് ഈ പറയുന്ന ഒരു വീട് മൊത്തമായി പണികൾ തീർത്ത് നമുക്ക് ഒരു സാധാരണക്കാരൻ്റെ സ്വപ്നമാണ് ഒരു വീടെന്ന് പറഞ്ഞാൽ. അത് നമുക്ക് സംഭവിക്കാവുന്ന ഒരു സംഭവം തന്നെയാണ്. അല്ലെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്ന് എക്സ്ട്രാ 2 ലക്ഷം 3 ലക്ഷം വീണ്ടും എടുക്കേണ്ടതായിട്ട് വരാറുണ്ടോ? അത് നമ്മൾ ആ 4 ലക്ഷത്തിൽ പണിയുന്ന വീടിനും കുറച്ചും കൂടി മോഡിഫിക്കേഷൻ വേണം, നല്ല രീതിയിലാകണമെന്ന് വരുമ്പോഴാണ് നമ്മുടെ കയ്യിൽ നിന്ന് കഴിച്ചത്. നമുക്ക് നേരെ മറിച്ച് നമുക്ക് അവിടെ സുരക്ഷിതമായിട്ട് കിടന്നാൽ മറ്റ് ശല്യങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും സുരക്ഷിതമായിട്ട് കിടന്നാൽ മതി എന്നുണ്ടെങ്കിലും വേണമെങ്കിൽ 4 ലക്ഷം കൂടി തീർക്കാം. ഇത് ഓരോ സാധാരണക്കാരുടെയും ഒരു സംശയമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ചേട്ടൻ ആ ഒരു വിവരം തന്നതിൽ അനുഭവം ഉണ്ടോ? നമ്മുടെ വീട് തീർച്ചയായിട്ടും എനിക്ക് അനുഭവമുണ്ട്. എനിക്ക് ലൈഫിൽ വീട് കിട്ടിയ ഒരാളാണ്, എനിക്ക് അനുഭവമുള്ളതാണ്. അതുകൊണ്ട് പിന്നെ നമ്മൾ ആ വീടിന് കുറച്ച് ഞങ്ങളുടെ കിച്ചൺ എന്ന് പറഞ്ഞാൽ വലിയ കിച്ചൺ അല്ലെങ്കിൽ സ്മാർട്ട് കിച്ചണാണ്. ആ കിച്ചണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കബോർഡുകളുണ്ട്, അടിയിലും കബോർഡുകളുണ്ട്, ഒതുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല ഇതൊക്കെയാണ് ഉള്ളത്, സിങ്കും മറ്റും അല്ലെങ്കിൽ ഫ്രിഡ്ജ്, ഇതൊക്കെ അതിനകത്ത് ചെറുതായിട്ട് എല്ലാം